ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു ന്യൂസ് പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ മൊത്തമായിട്ട് ചൂട് കൂടി വരികയാണ്. അതിന്റെ ഭാഗമായിട്ട് ഇന്നൊരു മീറ്റിംഗ് നടന്നു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരുപാട് പേര് ചേർന്നുള്ള ഒരുപാട് കളക്ടർമാരൊക്കെ ഉള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ന്യൂസ് എന്നുള്ളത് നമ്മളെ ബാധിക്കുന്ന കാര്യമാണ്. അതായത് കുട്ടികളെ ബാധിക്കുന്ന കാര്യമാണ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും ട്യൂഷൻ സെന്റേഴ്സ് അല്ലെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്സുകൾക്ക് വലിയൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് പാരലൽ കോളേജുകളും പ്രൊഫഷണൽ കോളേജുകളും എല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റുഡൻസ് ആണല്ലോ, മീൻസ് 8, 9, 10 പഠിക്കുന്ന ഹൈസ്കൂൾ മക്കളാണല്ലോ. അപ്പോൾ നമ്മളെ ബാധിക്കുന്ന എവിടെയെന്ന് വെച്ചാൽ, നിങ്ങൾ പാലക്കാട് ജില്ലക്കാരാണെങ്കിൽ പാലക്കാട് ജില്ലയിലെ സ്ഥാപനങ്ങൾക്ക് നമുക്കറിയാം ഹീറ്റ് വേവ് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത്, സമ്മർ ഏറ്റവും കൂടുതൽ കഠിനമായിട്ടുള്ളത് പാലക്കാട് ജില്ലയിലാണ്. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു 6-ാം തീയതി വരെ, ന്യൂസ് പ്രകാരം 6-ാം തീയതി വരെ മുഴുവൻ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രവർത്തിക്കാൻ പാടില്ല എന്നാണ് ഓർഡർ വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ ഓൺലൈൻ ക്ലാസ് മാത്രമേ നടക്കാൻ പാടുള്ളൂ. അപ്പോൾ മക്കളും ഓൺലൈൻ ക്ലാസ് മാത്രം ആ സമയത്ത് അറ്റൻഡ് ചെയ്യുക. ആരാണോ അത് കണ്ടക്ട് ചെയ്യുന്നത് അവരോട് പറയണം, അത് കൺവേ ചെയ്യണം. പാരൻസ് കൺവേ ചെയ്യണം. മക്കളെ ഇതുപോലെയുള്ള മുന്നറിയിപ്പ് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അവഗണിച്ച് തള്ളുന്ന ഒരു പ്രവണത ഉണ്ടാകാൻ പാടില്ല. കാരണം നമ്മുടെ സേഫ്റ്റി നമ്മൾ തന്നെ നോക്കണം. അതുപോലെ 4 ജില്ലകളിലെ കോഴിക്കോട്, അതുപോലെ തൃശ്ശൂർ, ആലപ്പുഴ, പാലക്കാട് ഓൾറെഡി ഉണ്ട്. ഹീറ്റ് വേവിന്റെ മുന്നറിയിപ്പുണ്ട്. വരും ദിവസങ്ങളിൽ ഹീറ്റ് വേവ് അഥവാ ഉഷ്ണതരംഗം ഉണ്ടാകും. ക്രമാതീതമായിട്ട് ടെമ്പറേച്ചർ, താപനില കൂടുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടെ ഉണ്ട്. അതൊന്നും ഒരിക്കലും അവഗണിക്കാൻ പാടില്ല. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് മുന്നേ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തെന്ന് വെച്ചാൽ 11 മണി മുതൽ 3 മണി വരെ എല്ലാവർക്കുള്ള നിയന്ത്രണമാണ്. പുറത്ത് ഇറങ്ങിയിട്ട് വെയിലത്ത് നടക്കാൻ പാടില്ല എന്നതിനോടൊപ്പം ഓഫ്ലൈൻ ക്ലാസ്സുകളൊന്നും തന്നെ നടത്താൻ പാടില്ല എന്നൊരു നിയന്ത്രണം കൂടെ ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലൊക്കെ ട്യൂഷൻ ക്ലാസ്സിലൊക്കെ 11 മണിക്ക് ശേഷം ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ തന്നെ പാരൻസിനെ കൊണ്ട് റിപ്പോർട്ട് ചെയ്യിക്കണം. പാരൻസ് പറയണം, ഇങ്ങനെ നടത്താൻ പാടില്ല, മക്കളുടെ സേഫ്റ്റിയാണ്. എന്തെന്നെ പറഞ്ഞാൽ മക്കൾ അപ്പോൾ പുറത്തു വിടാൻ പാടില്ല. അപ്പോൾ നിങ്ങളുടെ കാര്യം മക്കൾ തന്നെ നോക്കണം. വെക്കേഷൻ ആണെന്നും പറഞ്ഞിട്ട് വെയിലത്തൊന്നും ഇറങ്ങി നടന്നിട്ട് നമുക്ക് ഹീറ്റ് വേവും സൺബേണൊന്നും ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ സുരക്ഷയാണ് നമുക്ക് ഏറ്റവും വലുത്. അപ്പോൾ എന്തെന്നാലും മറ്റുള്ളവരൊക്കെ ഇൻഫോം ചെയ്യുക ഈ ഇൻഫർമേഷൻ അഥവാ ഈ ന്യൂസ് എന്നുള്ള കാര്യം. അപ്പോൾ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, അതുപോലെ തണലത്തൊക്കെ ഇരിക്കുക, പുറത്തൊന്നും പരമാവധി ഒഴിവാക്കുക പുറത്ത് പോകുന്നതൊക്കെ. ഓക്കെ, നമുക്ക് കൂട്ടുകാരൊക്കെ കാണാനൊക്കെ എക്സാം സ്കൂൾ തുറന്നാലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് എന്ത് ചെയ്യുക, മാക്സിമം നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഗൈഡൻസ് ആയിക്കോട്ടെ മുന്നറിയിപ്പുകളായിക്കോട്ടെ ഒന്നും അവഗണിക്കാതിരിക്കുക, അവഗണിച്ച് തള്ളാതിരിക്കുക. അപ്പോൾ നിങ്ങളോടൊപ്പം ഏകനുണ്ടായിരിക്കും കൂടെ. അപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കൺസേൺസ് ഒക്കെ താഴെ കമന്റ് ബോക്സിൽ പറയാവുന്നതാണ്. എനിവേ എല്ലാവരും ശ്രദ്ധിക്കുക. താങ്ക് യു, ബൈ.